മലപ്പുറം തിരൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാരുടെ കയ്യാങ്കളി സമയത്തെ ചൊല്ലിയുള്ള വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വെള്ളിയാഴ്ച നടന്ന സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ജംഷീർ കൊഴിഞ്ഞുകൂടി ചേരുന്നുണ്ട്. ജംഷീർ, പരസ്പരം നല്ല അടിപിടിയാണ്, ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എന്തായിരുന്നു സംഭവത്തിന്റെ തുടക്കം? ലാസ്റ്റ് എങ്ങനെയാണ് അത് പരിഹരിച്ചത്? വിനീഷ, ഈ സമയവുമായി ബന്ധപ്പെട്ട് ഈ ബസ് ഓടുന്നതിന്റെ സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാവുന്നതുപോലെ ഈ ബസ്സുകൾ തമ്മിലുള്ള ഈ ഓട്ടത്തിന്റെ സമയം സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പലപ്പോഴും വലിയ സംഘർഷത്തിലും മറ്റുമൊക്കെ കലാശിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സമയവുമായി ബന്ധപ്പെട്ട വിഷയമാണ് തിരൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇത്തരത്തിൽ പബ്ലിക് ആയിക്കൊണ്ട് തന്നെ രണ്ട് ബസ്സിലെ ജീവനക്കാർ തമ്മിൽ ആദ്യം വാക്കേറ്റവും പിന്നീട് ഇരു ജീവനക്കാരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടാകുന്നതും ഒരാൾ മറ്റൊരാളെ വന്ന് അടിക്കുകയായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മറ്റു ജീവനക്കാരെല്ലാവരും കൂടി അതൊരു കൂട്ടത്തല്ലായി മാറുന്ന ഒരു സാഹചര്യം ഈ ആളുകളെല്ലാം തന്നെ നോക്കി നിൽക്കുക, അതായത് ബസ്സിലെ യാത്രക്കാരുൾപ്പെടെയുള്ളവർ അവിടെ നോക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ വലിയൊരു കൂട്ടത്തല്ലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടു കൂട്ടർക്കും പരാതിയില്ലാത്തതിനാൽ ഇതിനകത്ത് പോലീസ് കേസെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ പോലീസ് കൃത്യമായ ഒരു നിർദ്ദേശം നൽകുന്നു. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു നിർദ്ദേശം ബസ് ജീവനക്കാർക്കെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടു കൂട്ടർക്കും പരാതിയില്ലാത്തതിനാൽ അതൊരു ഒത്തുതീർപ്പാക്കി പോയിട്ടുണ്ട്. പക്ഷേ ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി സംഭവങ്ങൾ പലപ്പോഴായി ഉണ്ടാകാറുണ്ട്. പല ഘട്ടങ്ങളിലും ആയുധങ്ങൾ ഉപയോഗിച്ച്, അതായത് ഈ ടൂൾസൊക്കെ ഉപയോഗിച്ച് ആക്രമിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇവർ പരസ്പരം കൈക്കൊണ്ടാണ് ആക്രമിക്കുന്നതെങ്കിൽ പോലും ഒരു കാര്യം പോലീസ് കൃത്യമായി പറയുന്നുണ്ട്, ഇത്തരത്തിൽ അന്നന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്. എന്തെങ്കിലും 1-2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയതിന്റെ പേരിൽ പരസ്പരം കലഹിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമിക്കാനോ നിൽക്കരുത്. എന്തെങ്കിലും സംഭവിച്ചാൽ വലിയ പരിക്കൊക്കെ സംഭവിച്ച് വീട്ടിലിരുന്നാൽ ആരും തന്നെ തിരിഞ്ഞു നോക്കാനുണ്ടാകില്ല എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വാണിംഗ് കൂടി പോലീസ് നൽകുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ബസ് ജീവനക്കാരും ഈ ബസ് തൊഴിലാളി യൂണിയന്റെ ആളുകളൊക്കെ ശ്രദ്ധിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നു.